കാരണം അല്ലാഹുവിന്റെ റസൂൽ വന്നപ്പോ എന്തെല്ലാം അത്ഭുതങ്ങളുണ്ടായി. പോരാത്തതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹലീമ ബീവിയുടെ വീട്ടിൽ വന്നപ്പോ ഹലീമ ബീവിക്ക് ധാരാളം നിഅമത്തുകളുണ്ടായി. പക്ഷേ ഇയാൾ പറയുന്നു, ഒരാൾ ജനിച്ചതുകൊണ്ടോ ഒരാൾ വന്നതുകൊണ്ടോ ഇവിടെ ഒരു ഗുണവും പ്രതീക്ഷിക്കാൻ പാടില്ല. എന്നിട്ട് അതിന് ഉദാഹരണം പറയുന്നത് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി, ആ നേതാവിനെയാണ്. എന്നിട്ട് ഇയാളിങ്ങനെ പറയുന്നു, തീരെ കുരുത്തമില്ലാത്ത ആളല്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി തങ്ങൾ വരാൻ തുടങ്ങിയപ്പോഴേക്ക് പിതാവ് മരിച്ചുപോയില്ലേ, പിന്നെ ഉമ്മ പോയില്ലേ, പിന്നെ ഉപ്പ പോയില്ലേ. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇയാൾ പറയുന്നു, ശരിക്കും നബിയെ കുറിച്ച് അറിയാൻ അശ്റഫുൽ ഖൽഖ് എന്ന് പറയാൻ പറ്റില്ല എന്നുവരെ നിങ്ങൾക്ക് ബോധ്യമാകും കേട്ടോ. ഞാൻ ചോദിക്കട്ടെ, തമാശയ്ക്ക് പോലും ഈമാനുള്ള മുഅ്മിനിന് ഇങ്ങനെ ഒരു വാചകം പറയാൻ കഴിയുമോ? ഒരു ഉദാഹരണമെങ്കിലും പറയാൻ കഴിയുമോ? നേതാവിനെ സ്നേഹിക്കുന്ന ഹൃദയമുള്ള അശ്റഫുൽ ഖൽഖിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കണമെന്ന് താല്പര്യമുള്ള സ്വർഗത്തിന്റെ ഉദ്ഘാടനം നേതാവ് നിർവഹിക്കുമ്പോ ആ നേതാവിന്റെ പാദത്തിന്റെ കീഴിലായി സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് ഇങ്ങനെ ഒരു വാചകം തരാൻ കഴിയുമോ? നിങ്ങളെ ഈമാനുള്ളവരെ ചിന്തിക്കട്ടെ. പറയട്ടെ, കേറി അബ്ദുൽ ലത്തീഫ് മൗലവി. പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും, ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തണ്ട തെറിച്ചുപോയി. അവിടുന്ന് തന്നെ തുടങ്ങാം. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരേറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എന്നല്ല പറയാ, അറിഞ്ഞാല് ഇതാ ആളില്ലേ. നമ്മൾക്കുള്ളതൊക്കെ ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും, എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീടുണ്ടായതും ഇവ ഉണ്ടായതിന്റെ ശേഷം, ആ ദജ്ജാലുണ്ടല്ലോ ഓ ഉണ്ടായതിന്റെ ശേഷം ഉള്ള പ്രശ്നം മുഴുവൻ ഉണ്ടായത് പറയാറില്ല. ഉള്ളിലുണ്ട്, മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്, മറ്റോട് പറയാറുണ്ട്. ഉത്തരം പറയണ്ടേ സഹോദരന്മാരെ? നേതാക്കളെ വിളിച്ചൊന്ന് ചോദിക്കണ്ടേ? അല്ലാഹുവിന്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നേതാവ് അഷ്റഫുൽ ഖൽഖല്ലെങ്കിൽ പിന്നെ അഷ്റഫുൽ ഖൽഖുണ്ടോ? അങ്ങനെയുണ്ടോ ഒരു അഷ്റഫുൽ ഖൽഖ്? അമുസ്ലിമീങ്ങൾ പോലും ആദരവോടെ വിളിക്കുന്ന നേതാവ് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നേതാവിനെ കുറിച്ച് ഇങ്ങനൊരു പരാമർശം നടത്താൻ ഈമാനുള്ള ഹൃദയമുള്ള മുസ്ലിമിന് കഴിയുമോ എന്ന് ഞാൻ ചോദിക്കുന്നത് ഈമാനുള്ള മുസ്ലിമിനോടാ, അല്ലാത്തവരോട് നമുക്ക് സംസാരമില്ല. ഇത് പറയുമ്പോ അതിന്റെ ബാക്കി എങ്ങനെയാണ്, ഇങ്ങനെയാണൊക്കെ പറയും. കഷ്ടപ്പെടാനുള്ള വഴിയാണ്. പ്രസംഗം മുഴുവനും എന്റെ കയ്യിലുണ്ട് കേട്ടോ. അതിൽ പറയുന്നത് മുഴുവനും വിഡ്ഢിത്തങ്ങളാണ്. ഏറ്റവും നല്ലത് അത് തെറ്റിയതാണെന്ന് പറഞ്ഞോ. കഴിയില്ല. പിന്നെ ഇയാളെ പ്രസംഗം മുഴുവൻ റസൂലുള്ളാഹിനെ സേവിച്ചു തന്നെ. നമ്മൾ സ്വലാത്തിൽ നിന്നതിനെ പരിഹസിച്ച് ഇയാൾ പറയുന്നു. അത് കേൾപ്പിച്ചെടുത്തു. നബി അബ്ദുൽ ലത്തീഫ് മൗലവി തന്നെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് ഏതൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ ഈ നേതാക്കളൊക്കെ ചോദ്യം ചെയ്തു. പിന്നെ ഇയാളെ പ്രസംഗം കേട്ടപ്പോഴാണ് ഒരു കാര്യം ഇത് ബോധ്യമായത്. ഇദ്ദേഹം തീരെ പഠിച്ചിട്ടില്ല, നേതാവിനെ കുറിച്ച് മനസ്സിലായിട്ടില്ല. വിഭജനം വരുമ്പോ റബീഉൽ അവ്വൽ വരുമ്പോ നമ്മളതാ നബിയെ വിളിച്ച് സലാം ചൊല്ലാറുണ്ട്. യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം സലവാത്തുല്ലാഹ് അലൈക്കും. അതിനെ ഈ മൗലവി പരിഹസിക്കുന്നു. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. നിങ്ങളെ
ഓരോരുത്തർക്ക് പ്രത്യേകം പ്രത്യേകം സലാമാ മൗലൂദില് അതല്ലേ? നബീനെ അങ്ങനെ വിളിച്ച് സലാത്തല്ല. അപ്പൊ നമ്മള് നബീനെ കണ്ട ഉടനെ തന്നെ യാ നബി സലാം അലൈക്കും അതൊരു സലാമാ. അങ്ങനെയുണ്ട്. ഞാൻ നിങ്ങളെ കണ്ട ഉടനെ എന്ത് അനീപേ സലാം അലൈക്കും അനീപ്പ് പായും മൗലയ്ക്ക് കേവിക്ക് ബന്ധല അറിയും അല്ലേ? ഇങ്ങനെ സലാം എന്താ പറയാ? ആണോ നിങ്ങൾ പറഞ്ഞു? ഇങ്ങനെ ഒരു മനുഷ്യ ഒരാളെ കണ്ടോട്ടെ ആജരെ സലാമലൈക്കും, കുട്ടികളെ സലാമലൈക്കും, പെണ്ണുങ്ങളെ സലാമലൈക്കും. ഇങ്ങനെ സലാ ചൊല്ലല് തന്നെ. ഇതിന്റെ പേരാ സലാം. എന്താണ് ചെയ്യുക? അറിവില്ലെങ്കിൽ അറിയില്ല എന്ന ബോധമെങ്കിലും വേണ്ടേ? ഇവരാണോ ഹിതാവായി സ്വീകരിച്ചിരിക്കുന്നത്? ഒരു കാര്യം മനസ്സിലാക്കണ്ടേ, നേതാവിനോട് സലാം ചൊല്ലുന്ന രൂപത്തിൽ മറ്റാരോടും സലാം ചൊല്ലാറില്ല. അത് നേതാവിന്റെ പ്രത്യേകതയാണ് കേട്ടോ. ഞാൻ ചോദിക്കട്ടെ, മുജാഹിദ് പ്രവർത്തകരെ, ഇങ്ങനെ ഈ മൗലവിയെ പ്രസംഗിക്കുമ്പോ നന്നായി തിരിച്ചു കൊടുത്തു അതാ ഞങ്ങളെ മൗലവി വിസാറായിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിന്റെ പകരം ഒന്ന് ചിന്തിച്ചൂടെ? ഹാജിയാരെപ്പോലെ, കുട്ടികളെപ്പോലെ, പെണ്ണുങ്ങളെപ്പോലെയുള്ള ഒരാളാണോ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി? ആണോ? അല്ലല്ലോ. തഹിയാത്ത് ചൊല്ലാറില്ലേ? എല്ലാ മുജാഹിദും ചൊല്ലാറുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത്തഹിയാത്തിൽ കണ്ടിട്ടില്ലേ ഒരു വിളി? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യേ, ഓ നബിയേ അങ്ങേക്ക് സലാമുണ്ടാവട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഹാജിയാരെ കാണുമ്പോ ഇങ്ങനെയാണോ സലാം ചൊല്ലാറുള്ളത്? അസ്സലാമു അലൈക അയ്യുഹൽ ഹാജിയാറു, അങ്ങനൊരു സലാമുണ്ടോ? കുട്ടികളെ കാണുമ്പോ അസ്സലാമു അലൈക അയ്യുഹൽ കുട്ടിയാളു, അസ്സലാമു അലൈക അയ്യുഹൽ പെണ്ണുങ്ങളു, അസ്സലാമു അലൈക അയ്യുഹൽ മൊയ്യാരു, ഇങ്ങനെ ഒരു സലാമുണ്ടോ? അത് നേതാവിനോട് പറയുന്ന ശൈലിയാണ്. അത് സാധാരണക്കാരോട് പറ്റില്ല. പക്ഷേ നേതാവ് സാധാരണക്കാരനാണെന്ന് തെറ്റിദ്ധരിച്ച ഈ നേതാക്കൾ അണികളെ വഞ്ചിക്കുകയാണ് കേട്ടോ. പിന്നെയും ഞാൻ ചിന്തിച്ചു പോയി, സുബ്ഹാനഹു ജലാലുഹു ഇത് പറഞ്ഞു വരുന്നത് സ്നേഹത്തിന്റെ ഭാഷയിലാണ്. പണ്ടുകാലത്ത് ഒരു പാടിയത് മൗലവിമാര് പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ചത്. മാല പാടിയാൽ, മൗലിദോദിയാൽ, അബ്ദുൽ മിസ്കീൻ പാടിയാൽ, ഇർതകബത്തു ചൊല്ലിയാൽ, വല്ലാതിടത്തീനും എന്നെ വിളിച്ചോർത്തു എന്ന് പാടിയാൽ അത് ശിർക്കാണ്. പാടിയവൻ ഇസ്ലാമിന്റെ പുറത്താണെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ മുജാഹിദുകൾ പുരോഗമിച്ചു വന്നു. ഇപ്പോൾ അവർ പറയുന്നത് സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ കൂടുതൽ ചൊല്ലിയാലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നാണ്. ചിന്തിക്കണം നിങ്ങൾ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതിനുള്ള മാനദണ്ഡം ദിക്ർ ചൊല്ലലാണ് പോലും. ഞാൻ വെറുതെ പറയുകയല്ല. നിസ്കാരം കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. ഒരു മൗലവി പറയുന്നു അതൊരാള് 99 വട്ടമെന്ന് ചൊല്ലിയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. ചിന്തിക്കണ്ടേ നിങ്ങൾ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതോ വദ്ദാകിരീനല്ലാഹ കസീറാ. അതെ, അല്ലാഹു തആലാക്ക് നല്ല ദിക്ർ ചൊല്ലലും കൂടുതൽ ദിക്ർ ചൊല്ലലും അത് മുഅ്മിനീങ്ങളെ അടയാളമാണ്. നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഹൃദയത്തിൽ ശാന്തി കിട്ടുന്ന പ്രവർത്തനമാണല്ലോ ദിക്ർ. ഈ ദിക്ർ മരിക്കുമ്പോൾ മാത്രമല്ല, എല്ലാ സമയത്തും ഈ നേതാക്കൾ അണികളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുകയാണ്. കണ്ടോ, സുബ്ഹാനല്ലാഹ് കൂടുതൽ ചൊല്ലിയാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് മുജാഹിദ് ബാരിശ്ശേരി പറയുന്നു. നിങ്ങളൊന്ന് കേൾക്കുക. ഒരാൾ ലോറി നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഇത് 33 വട്ടമാണ്. എല്ലാവർക്കും അറിയാം. ലോകത്തൊരു മുസ്ലിമിന് എതിരെ അഭിപ്രായമില്ല. ഒരാള് നമ്മളോട് ചോദിക്കണേ, ഇക്കാക്ക സുബ്ഹാനല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്താ? ഓ, അള്ളാഹു എത്ര പരിശുദ്ധനാണ്. ആണോ? ആ അതെ. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് നല്ലതാണോ? ആ നല്ലതാണ്. എന്നാലേ ഞാൻ എല്ലാ ഫർദ് നിസ്കാരത്തിനും 99 വട്ടം ചൊല്ലൂ ഓരോ ദിക്റും എന്ന് അയാൾ തീരുമാനിച്ചാലോ?
എന്ന് അയാൾ തീരുമാനിച്ചാലോ അവസ്ഥ കഥ കഴിഞ്ഞു. അയാളെ കഥ കഴിഞ്ഞു, ഞാൻ കഥ കഴിക്കുന്നല്ല, അയാളെ കഥ കഴിഞ്ഞു. അയാളെ കഥ കഴിഞ്ഞ് ഇസ്ലാമെന്ന് പുറത്തുപോയി. സുബ്ഹാനല്ലാഹ് എന്ന ദിക്റ് 99 തവണ ചൊല്ലിയാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. എന്റെ മുജാഹിദ് പ്രവർത്തകരെ, ഇയാളോടൊന്ന് ചോദിക്കണ്ടേ, ഇത് ഏത് ഖുർആനാ പഠിപ്പിച്ചത്? അങ്ങനെ ഒന്ന് ഹദീസിലുണ്ടോ? അങ്ങനെ ഒന്ന് ആയത്തിലുണ്ടോ? ഇത് പറയുന്ന ദേഷ്യം കൊണ്ട് പറയുകയാണോ? അല്ലല്ലോ, സ്നേഹം കൊണ്ട് പറയുകയല്ലേ. ഈ വാദം വിശ്വസിച്ച് ആഭരത്തിലെത്തിയാൽ അള്ളാന്റെ സ്വർഗം കിട്ടുമോ? നിങ്ങളെ ഇത് ഞങ്ങൾ പറഞ്ഞു തന്നില്ലെങ്കിൽ ആരാണ് പിന്നെ പറഞ്ഞു തരിക? അതുകൊണ്ട് നന്നാവണമെന്ന അതിരൊറ്റ ആശ കൊണ്ട് പറഞ്ഞതാണ്. കഴിഞ്ഞില്ല, ഞാൻ പിന്നെയും ചിന്തിച്ചു. ഇവരെ നേതാക്കളെത്തിപ്പെട്ട ഒരു ഗതിയേട് അതിലവർ പറയുന്നു, മുസ്ലിമീങ്ങളെ കാഫിറാക്കി മുസ്ലിമീങ്ങളെ പിന്നെ മുസ്ലിമാക്കാനുള്ള ശ്രമം കൂടി നടത്തി. മുസ്ലിമീങ്ങളെക്കാരും ഇവിടെ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. മറ്റു മതക്കാരും ഇങ്ങോട്ട് വലിയ സൗഹാർദ്ദത്തിലാണ്. പക്ഷേ ഒരു ബാലേട്ടൻ നടന്നു പോകുമ്പോ അദ്ദേഹം മുസ്ലിമാണെന്ന് നമ്മൾ പറയാറില്ല, അത് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ നേതാക്കളതാ നമ്മളോടുള്ള ദേഷ്യം കൊണ്ട് നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറയുന്നതിന്റെ കൂടെ ബാലേട്ടനെ പിടിച്ച് ഇസ്ലാമിന്റെ അകത്താക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു മതത്തിന്റെ പേരാണ് മുജാഹിദ് കേട്ടോ. അത് ഈ മൗലവി പറയുന്നു, ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. ഞാനിത് പറയുന്നത് മുസ്ലിം സമുദായത്തെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്നതിന്റെ എല്ലാ അതിരുകളും ഇവർ ലംഘിച്ചു എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിമ്. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. ഈ രൂപത്തിൽ ഒരു വാദം പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? നമ്മോട് ദേഷ്യമുണ്ടെങ്കിൽ നമ്മളെ കാഫിറാക്കിയാ പോലെ അല്ലേ? ബാലേട്ടനെ മുസ്ലിമാക്കാൻ പോകണോ? ഇവിടെ അനാവശ്യമായ സംസാരമുണ്ടാക്കണോ? ഞാൻ ചോദിക്കുന്നത് മുജാഹിദ് പ്രവർത്തകരോടല്ല, നിങ്ങൾ നിങ്ങളെ നേതാക്കളോട് ചോദിക്കണം. കഴിഞ്ഞില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ഉണ്ടായതുകൊണ്ടാവണം കുറെ ആളുകൾ ഈ മുജാഹിദ് പ്രസ്ഥാനം നട്ടു വളർത്തിയ ആളുകൾ തന്നെ അവസാനം അവർ ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെച്ച് സർവമത സത്യവാദികളായി മാറിയത്. നിങ്ങൾ സ്ക്രീനിലേക്കൊന്ന് നോക്കൂ. നമ്മുടെ ബഷീർ മാസ്റ്റർ, ഇദ്ദേഹം ആരാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അതേ കാവ്യമുണ്ടെടുത്ത് ഇദ്ദേഹമത ഒരാശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വിരോധമില്ല, അദ്ദേഹത്തിന്റെ ആശയമനുസരിച്ച് അദ്ദേഹം ഇരിക്കട്ടെ. പക്ഷേ ഇയാൾ ആരാണെന്നറിയോ നിങ്ങൾക്ക്? അത് ഞാനിന്ന് പറയാം. സാക്ഷാൽ കേരളത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനമുണ്ടാക്കിയ ഉമർ മൗലവിയുടെ മൂത്ത പുത്രൻ, മൂത്ത മകൻ ബഷീർ മാസ്റ്ററാണ് കേട്ടോ. ഉമർ മൗലവിയുടെ മകനാണത്. ഞാൻ എന്തിനാണ് പറഞ്ഞത്? ഒരു കാലത്ത് വിശുദ്ധ ഇസ്ലാമിന്റെ ജിഹയായിരുന്ന ബഹുമാനപ്പെട്ട ഇ.കെ. ഹസൻ മുസ്ലിയാരെന്ന വലിയ പണ്ഡിതൻ മരണാസന്നനായി കിടക്കുന്ന സമയത്ത്, ഓ ഇ.കെ. ഹസൻ മുസ്ലിയാരെ, നിങ്ങൾ മുസ്ലിമാവണമെന്ന് പറഞ്ഞു ഉമർ മൗലവി കത്തയച്ചപ്പോ പാവപ്പെട്ട് നമ്മൾ വല്ലാതെ ചോദിച്ചുപോയി, വല്ലാതെ സങ്കടപ്പെട്ടുപോയി. പക്ഷേ കാലം കുറെ കഴിഞ്ഞപ്പോ അതാ ഉമർ മൗലവിയുടെ മകൻ തന്നെ സർവമത സത്യവാദിയായി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. ഉടനെ മഹാനായ ഇ.കെ. ഹസൻ മുസ്ലിയാർക്ക് എഴുതിയ കത്ത് നമ്മളെടുത്തു. എന്നിട്ട് ഈ ബഷീർ മാസ്റ്ററുടെ ആശ്രമത്തിൽ നമ്മൾ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഉമർ മൗലവിയുടെ മകനല്ലേ നിങ്ങൾ? നിങ്ങളെ ഭാഷയിൽ തന്നെ നിങ്ങൾ ഇസ്ലാമിന്റെ പുറത്താണല്ലോ. പണ്ടുകാലത്ത് നിങ്ങളെ ഉപ്പ നിങ്ങൾക്കൊരു പേര് ഒരു കത്തെഴുതി വെച്ചിരുന്നു. അത് അഡ്രസ് മാറിയിട്ട് ഞങ്ങളെ നേതാവ് ഇ.കെ. ഹസൻ മുസ്ലിയാർക്ക് വന്നിരുന്നു. അതിതാ അതിന്റെ യഥാർത്ഥ അവകാശിയായ നിങ്ങൾക്ക് തന്നെ ആ കത്ത് ഞങ്ങൾ തിരിച്ചേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആ കത്തവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇ.കെ. ഹസൻ മുസ്ലിയാരുടെ കറാമത്താണ്. ഔലിയാക്കളോട് കളിക്കുമ്പോൾ, ഔലികളോട് കളിക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബഷീർ മാസ്റ്റർ കേട്ടോ. അല്ലാഹു അദ്ദേഹത്തിന് ഹിദായത്ത് നൽകുമാറാകട്ടെ.
നിമിഷം. ഇത് കാണാൻ നമ്മുടെ കണ്ണിന് കാഴ്ച നൽകിയ അല്ലാഹുവിന് സ്തുതി. അൽഹംദുലില്ലാഹ്. ഈ നിമിഷങ്ങൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും. വിദഈ നേതാക്കൾക്ക് തങ്ങളുടെ പിന്മുറക്കാരിൽ സ്വാമിമാർ പിറക്കാതിരിക്കാൻ മഹാന്മാരെ ബഹുമാനിച്ചേ തീരൂ. ഇത് തെളിയിക്കുകയാണ് ബഷീർ മാസ്റ്റർ. EK ഹസൻ മുസ്ലിയാർ എന്ന സുന്നി പണ്ഡിത തേജസിന്റെ സമക്ഷത്തിങ്കിലേക്ക് വിലാസം മാറി ഉമർ മൗലവി അയച്ച കത്ത് ചരിത്രത്തിലെ കറുത്ത അധ്യായമായിരുന്നു. ആ കണക്ക് തീർത്ത സുന്നി പ്രവർത്തകർ ഉമർ മൗലവിയുടെ മകന് ആ കത്ത് തിരിച്ചേൽപ്പിച്ച് ചരിത്രം സൃഷ്ടിച്ചു. ഒരുപാട് ചർച്ചകൾ നാം ചെയ്തു. ഇതിനിടയിൽ ഏറ്റവും പ്രസക്തവും പ്രബലവുമായ ഒരു വിഷയം താങ്കളെ സൂചിപ്പിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് താങ്കൾക്ക് കൈമാറേണ്ടതും അനിവാര്യതയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. മുസ്ലിം കേരളത്തിന്റെ എന്നല്ല മുസ്ലിം ലോകത്തിന്റെ മുഴുവനും ശ്രദ്ധാകേന്ദ്രമായിരുന്ന EK ഹസൻ മുസ്ലിയാർ എന്ന ഏറ്റവും വലിയ ഇസ്ലാമിക പണ്ഡിതൻ രോഗഗ്രസ്തനായി കിടക്കുന്ന സമയത്ത് ആശുപത്രിയിലേക്ക് താങ്കളുടെ പിതാവെന്ന ഉമർ മൗലവി ഒരു കത്ത് കൊടുത്തയച്ചിരുന്നു. ഒരു മനുഷ്യനൊരിക്കലും ചെയ്യാൻ പറ്റാത്ത അത്രയുമേറെ ക്രൂരത നിറഞ്ഞ സന്ദേശമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ഇസ്ലാമികമായി ജീവിക്കുകയും മുസ്ലിങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന ഞങ്ങളുടെ ശൈഖുന EK ഹസൻ മുസ്ലിയാരുടെ ജീവിതത്തെയും വിശ്വാസത്തെയും അപമതിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന വിധത്തിൽ താങ്കളുടെ പിതാവ് ഉമർ മൗലവി EK ഹസൻ മുസ്ലിയാർ താങ്കൾ മുസ്ലിമാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തായിരുന്നു അയച്ചിരുന്നത്. ആ കത്ത് താങ്കളുടെ പിതാവ് എന്നോ താങ്കൾക്ക് എഴുതി വെച്ചതാണ് എന്ന് ഞങ്ങൾക്ക് തോന്നും വിധമാണ് ഇന്ന് അങ്ങയുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ആ കത്ത് വിലാസം മാറി ഞങ്ങളുടെ നേതാവിന് അയച്ചത് തിരിച്ചങ്ങയുടെ കൈകളിലേക്ക് തന്നെ ഏൽപ്പിക്കണമെന്നത് ചരിത്രത്തിലെ ഒരു നിയോഗമാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിനു വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ കത്ത് അങ്ങക്ക് ഞങ്ങൾ കൈമാറുകയാണ്. അങ്ങിതൊന്ന് വായിച്ചു നോക്കണം. ഈ കത്തിലെ ആശയം ഉൾക്കൊണ്ട് അങ്ങ് യഥാർത്ഥ പാതയിലേക്ക് തിരിച്ചു വരണമെന്നുകൂടി മുഖാമുഖം മാസികയുടെ പ്രതിനിധികളായ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കണ്ടോ നിങ്ങൾ, ഈ രൂപത്തിലുള്ള അനീതികളാണ് പഴയകാല പ്രസ്ഥാനത്തിൽ നേതൃത്വം നൽകിയത്. അവരുമായി കളിച്ചരച്ച മൗലവിയും രക്ഷപ്പെട്ടിട്ടില്ല. ഇനി നിങ്ങൾ നോക്കി, പിന്നെയും ഞാനിങ്ങനെ ചിന്തിച്ചു, എന്താണ് ഈ മൗലവിമാർക്ക് പറ്റിപ്പോയത്? ഈ പാവപ്പെട്ട മുജാഹിദ് പ്രവർത്തകർ അവരെന്ത് പറഞ്ഞിട്ടാണ് വഞ്ചിക്കുന്നത്? അപ്പൊ ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോ കുറെ ആയത്തേരി കൊടുത്ത് പറ്റിക്കുകയാണ്. ഏതൊക്കെയാ ആയത്തുകൾ? വിശുദ്ധ ഖുർആനിലെ കുറെ ആയത്തുകളുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതുപോലെ വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ എന്ന് തുടങ്ങിയ കുറെ ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊടുക്കുന്നു. എന്നിട്ട് ഈ സമുദായത്തോട് വാല് പറയുന്നു. എന്താ വാല് പറയുന്നത് എന്നറിയോ? അതേ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അല്ലാഹു അല്ലാത്തവരെ വിളിക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ സത്യപ്രസ്ഥാനത്തിൽ നിന്നോ എന്ന് വാല് പറയുന്നു. ഓ പ്രവർത്തകരേ, ഓ മുജാഹിദ് സഹോദരങ്ങളെ, ഞങ്ങൾ ഉറപ്പിച്ചു പറയട്ടെ, ഒരു കാര്യം പറയട്ടെ, അല്ലാഹുവിനെയല്ലാതെ, ഞങ്ങളെ രക്ഷിതാവിനെയല്ലാതെ, ഞങ്ങൾക്ക് രോഗങ്ങൾ തന്ന, ഞങ്ങളെ ശരീരത്തിന്റെ ഓരോ അനക്കങ്ങളെയും നിയന്ത്രിക്കുന്ന രാജാതിരാജനായ റബ്ബിനെയല്ലാതെ ആരാധിക്കാൻ പാവപ്പെട്ട ജനങ്ങൾ ഒരിക്കലും തയ്യാറല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളാണ് കേട്ടോ. പിന്നെ അവരാ പറയുന്നത് വഞ്ചിക്കുകയാണ്. അത് വഞ്ചനയുടെ മറ്റൊരു വശമാണ്. ഒരു കൊല്ലം മുമ്പ് ആലുവയിൽ വാദപ്രതിവാദം നടന്നപ്പോ വിഷയാവതരണത്തിൽ തന്നെ സുന്നിപക്ഷം മുജാഹിദുകളോടുള്ള എല്ലാ ആയത്തും ഓടിയപ്പോ നമ്മുടെ മൗലവി ചോദിച്ചു, മുജാഹിദുകളുടെ ആയത്തുകൾ എന്തിനാ ഓടുന്നത്? അപ്പൊ മുജാഹിദുകൾക്ക് കുറച്ച് ആയത്തുണ്ട് എന്ന് സാധുക്കളായ ആളുകൾ തെറ്റിദ്ധരിച്ചതാണ്. ആ തെറ്റിദ്ധാരണ ഞാൻ നീക്കുകയാണ്. ആദ്യം ആലുവ സംവാദത്തിന്റെ വിഷയാവതരണം നിങ്ങളൊന്ന് കേൾക്കണം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് അവര് പറയുന്ന ആശയം അവരെ കൊണ്ട് തന്നെ തകർക്കുന്നത് ഞാൻ കാണിച്ചു തരും. മുസ്ലിമീങ്ങൾ ആരും തന്നെ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നില്ല. കാരണം വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞ ഒരാശയമാണ്,
വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ കൂടെ നിങ്ങൾ ആരോടും ദുആ ചെയ്യരുത്. വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമല്ലേ ചില മുജാഹിദ് സുഹൃത്തുക്കൾ അബദ്ധവശാൽ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഖുർആനിൽ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യരുത് ഇനി എത്ര ആയത്തുകളാണുള്ളത്. എന്നിട്ടും ഈ മുസ്ലിയാക്കൾ അവരുടെ ഉദരപൂരണത്തിന് വേണ്ടി ഈ ആയത്തുകളൊക്കെ മറച്ചു പിടിക്കുകയാണ് എന്നാണ്. സഹോദര, അങ്ങനെയല്ല. അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യരുതെന്ന് വിശുദ്ധ ഖുർആനിലുണ്ട് എന്ന് പഠിച്ചവരാണ് ഞങ്ങൾ. പക്ഷേ പ്രശ്നം എവിടെയാണ്? ദുആഇന് നിങ്ങൾ സ്വന്തമായ ഒരു നിർവചനം നൽകി, എന്നിട്ട് ആ നിർവചനം അനുസരിച്ച ദുആ സുന്നികൾ ചെയ്യുന്നു എന്ന് പറയുകയും അങ്ങനെ ദുആഇന് ഇല്ലാത്ത സ്വന്തമായ ഒരു നിർവചനം പടച്ചുണ്ടാക്കി ആ ഒരു നിർവചനത്തിൽ നമ്മുടെ മേൽ ആരോപിക്കുകയും അങ്ങനെ ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നു എന്ന് പ്രചരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ ദുആ ഉണ്ടല്ലോ, അത് മുസ്ലിങ്ങൾ ചെയ്യുന്നില്ല. മറിച്ച് നിങ്ങൾ ദുആക്ക് ഒരു അർത്ഥം നൽകി, ആ അർത്ഥത്തിന്റെ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന ഒരു ദിവസമാണിന്ന്. ഇതിന്റെ താല്പര്യമെന്താണ്? ഒരു പ്രഭാഷകൻ, മുജാഹിദ് പ്രഭാഷകൻ, അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോ ധാരാളമായി തോന്നുന്നു. ഇതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാകും. ഉദാഹരണം, കള്ളു കുടിക്കാൻ പാടില്ല എന്നെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്, ആർക്കും തർക്കമില്ല. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ചങ്ങാതി വന്നു. ഉദാഹരണം പറയാണ്, അയാളെ വാദം എന്താണ്? കള്ളു എന്ന് പറഞ്ഞാൽ അത് മധുരമുള്ള വെള്ളത്തിന് പറയുന്ന പേരാണ്. അയാൾ സ്വന്തമായി ഒരു നിർവചനം, അതാണോ കള്ളി? അല്ല, കള്ളി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇയാൾ പറഞ്ഞു മധുരമുള്ള എല്ലാ വെള്ളത്തിനും കള്ളു എന്ന് പറയും. അത് പറഞ്ഞതുകൊണ്ട് അയാൾ പുതിയൊരു നിർവചനമുണ്ടാക്കി. അങ്ങനെ ഇയാൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ഹോട്ടലിൽ ഒരു മനുഷ്യൻ, സാധു മനുഷ്യൻ, അയാൾ നല്ല മധുരമുള്ള ചായ കുടിക്കുന്നു. അയാൾ കുടിക്കുന്നത് ചായയാണ്, കള്ളല്ല. പക്ഷേ ഈ പറഞ്ഞ ചങ്ങാതിയുടെ അഭിപ്രായം അനുസരിച്ചത് കള്ളാണ്. കാരണം എന്താണ്? അയാൾ പറഞ്ഞത് മധുരമുള്ള വെള്ളത്തിനൊക്കെ കള്ളു എന്ന് പറയുമെന്നാണ്. ഇതയാൾ ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല മധുരമുള്ള ചായ കുടിക്കുന്ന അയാളുടെ സമീപത്ത് ഈ മൗലവി വന്നു. എന്നിട്ടൊരൊറ്റ പ്രസംഗമാണ്, മോനെ, അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് കള്ളു കുടിക്കാൻ പാടില്ല. അതെ, തീരത്തുൽ ഖബാർ എന്ന് പറയുന്ന നരകാവകാശികളുടെ ആ ചിന്തനമാണ് കള്ളുകുടിക്കുന്നതിന് ആഖിറത്തിൽ നൽകുക. ഒരമണിക്കൂർ ആയത്തുൽ ഹദീസ് മോദിയിട്ടൊരു വലിയ പ്രസംഗം. ഇയാളോട് പറയുന്ന കാര്യമുണ്ടോ? ഇയാൾ നല്ല ചായയല്ലേ കുടിക്കുന്നത്? ഇതുപോലെ അല്ലാഹനെ മാത്രം ആരാധിക്കണമെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാതെ ആരാധനക്കർഹരില്ലെന്ന് ഉറക്കത്തിലും ഉണർച്ചയിലും ബോധത്തോടുകൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട മുസ്ലിമീങ്ങളെ ശിർക്കിന്റെ ആയത്തോടുകൂട്ടി, പ്രാർത്ഥനയുടെ ആയത്തോടുകൂട്ടി അവരെ മുസ്ലിക്കാക്കുന്നത് ഏറ്റവും വലിയ അബദ്ധമാണ്. സഹോദരന്മാരെ, ഇതുപോലെ ഒരാൾ വ്യഭിചരിക്കുന്നത് വലിയ കുറ്റമാണ്. എന്നാൽ വ്യഭിചരിക്കാത്തവരാണ് വ്യഭിചാരി എന്ന് വിളിക്കുന്നത് അതിലും വലിയ കുറ്റമാണ് കേട്ടോ. ഇതുപോലെ ശിർക്ക് മഹാപാപമാണ്. ഇന്ന ശിർക ലലിൽ മുന്നദീർ, ശിർക്ക് മഹാപാപമാണ്, ഒരു സംശയവും അതിലില്ല. ഞങ്ങളത് അംഗീകരിക്കുന്നു. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ശിർക്ക് ചെയ്യാത്ത മുസ്ലിമിനെ മുസ്ലിക്കെന്ന് വിളിക്കുന്നത് അതിലും വലിയ പാപമാണ്. മുജാഹിദുകളെ അത് കേൾപ്പിച്ചു കൊടുക്കും. മുജാഹിദിനെ ഇവിടെ പഴച്ചു. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുന്ന ഒരു മുസ്ലിമിന് ഒരു വിളിയെ വിളിക്കാൻ പറ്റൂ. അല്ലാഹുവേ കാക്കണേ, റബ്ബേ രക്ഷിക്കണേ, റഹ്മാനെ കാക്കണേ എന്നിങ്ങനെ പടച്ചവനെ മാത്രമേ വിളിക്കാൻ പറ്റൂ ഒരു മുസ്ലിമായ മനുഷ്യന്. അപ്പോൾ അതല്ലാത്ത ഒരു വിളി വന്നാലോ ആ വിളിക്കപ്പെടുന്നതിനെ അവൾ ഇലാഹാക്കി. പിന്നീട് എവിടുന്ന് വന്നു സഹോദരങ്ങളെ മുഹമ്മദ് നബിയെ എന്ന വിളി? പിന്നീട് എവിടുന്ന് വന്നു ശൈഖേ എന്ന വിളി? നമ്മൾ ശരിക്കും മനസ്സിരുത്തി ചിന്തിക്കേണ്ട കാര്യമാണ്. ഇവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് പോയി. ഇവിടെ ഒരു വിളിയെ വിളിക്കാൻ പറ്റൂ, അള്ളാഹുവിന്റെ പുറമെ ഒരാളെയും വിളിച്ചുകൂടാ എന്ന് പണ്ടുകാലത്ത് പ്രസംഗിച്ചു. അവിടെയാണ് പ്രശ്നം. അതാണ് പ്രശ്നം. അതെവിടുന്ന് കിട്ടി? അത് നിങ്ങൾ എല്ലാ വിധിയും ആരാധനയാണ്. നേരത്തെ എല്ലാ മധുരമുള്ള വെള്ളവും കള്ളാണെന്ന് തെറ്റിദ്ധരിച്ച പോലെ എല്ലാ വിധിയും ആരാധനയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു.
അങ്ങനെയില്ല. അവിടെയാണ് അത് ഞാൻ ആരെ കൊണ്ട് പറയിപ്പിക്കും? മുജാഹിദ് നേതാക്കളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. കാരണം അല്ലാഹുവിനെ മാത്രമേ വിളിക്കാവൂ. അല്ലാത്തവർ വിളി വന്നാൽ ആ വിളിക്കപ്പെടുന്ന വസ്തുവിനെ ആരാധിക്കലാണ്. അതേ താമരശ്ശേരി ചുരത്തിലൂടെ ഒരു ബസ് ഇങ്ങനെ ഇറങ്ങി വരുന്നു. 9ാമത്തെ വളവിലെത്തിയപ്പോ ബസ്സിന്റെ ബ്രേക്കങ്ങ് വെട്ടി. ഒരാൾ മുഹയ്യദ്ദീൻ ശൈഖിനെ വിളിച്ചു, ഒരാളതാ ബദരീങ്ങളെ വിളിക്കുന്നു, ഒരാൾ അല്ലാഹനെ വിളിക്കുന്നു. ഓരോന്റെ പ്രസംഗം ഇതിൽ അല്ലാഹനെ വിളിച്ചത് മാത്രമേ തൗഹീദുള്ളൂ, മുഹയ്യദ്ദീൻ ശൈഖിനെ വിളിച്ചതും ബദരീങ്ങളെ വിളിച്ചതും തെറ്റാകുന്നു. അല്ലാഹനെ മാത്രമേ സഹായത്തിന് വിളിക്കാവൂ. നമ്മൾ പറഞ്ഞു അല്ല, അള്ളാഹു നിശ്ചയിച്ചവരെ വിളിക്കാം. അള്ളാഹനെ വിളിക്കുന്നതിന് നമ്മൾ എതിരില്ല. അള്ളാഹനെ വിളിക്കണം, വിളിക്കും. എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. അള്ളാഹുവിനോട് നന്നായി പ്രാർത്ഥിക്കണം. എല്ലാ വിസ്താരത്തിന് ശേഷം നമ്മൾ ചെയ്യാറുമുണ്ട്. പക്ഷേ അതേ അള്ളാഹു തആല നമുക്ക് നിശ്ചയിച്ചു തന്നവരോട് സഹായം തേടാം. ഇന്നമാവലിയുക്കുമുല്ലാഹു, നിങ്ങളെ സഹായി അള്ളയാണ്, അള്ളാന്റെ റസൂലാണ്, അള്ളാന്റെ വിധികളും മത്സരങ്ങളും അംഗീകരിക്കുന്ന മുഅ്മിനീങ്ങളുമാണ്. ഇത് നമ്മൾ പറഞ്ഞപ്പോ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ അത് പാടില്ലെന്ന് പറഞ്ഞ മുജാഹിദുകൾ. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നു അല്ലാന്റെ പുറമേ ജിന്നുകളെയും സഹായത്തിന് വിളിക്കാം. ഞാൻ പറയുന്നത് മുജാഹിദ് പ്രവർത്തകരെ നന്നായി ചിന്തിച്ചോളൂ. ഈ മണ്ഡലം സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വരുന്ന സഖറിയ സലാഹിയോട് സ്നേഹത്തോടെ ഒന്ന് ചോദിക്കണം, അല്ലാഹനെ മാത്രമേ വിളിക്കാവൂ എന്ന പഴയ കാലവാദത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറിയില്ലേ? ജിന്നുകളെ വിളിക്കാമെന്ന് എഴുതി വെച്ചില്ലേ? പ്രസംഗിച്ചില്ലേ? കാണിച്ചു തരാ. അതാ സഖറിയ സലാഹി എന്ന് പറയുന്നു ജിന്നിനെ വിളിക്കാമെന്ന്. അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ഒരു വിജനപ്രദേശത്ത് നിങ്ങൾ അകപ്പെട്ട യാ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്നൊരു വാക്ക് ഉപയോഗിച്ചാൽ അവിടെ മറഞ്ഞിരിക്കുന്ന ജിന്നുകളോ മലക്കുകളോ ഒരു പക്ഷേ നിങ്ങളെ സഹായിച്ചേക്കാം. പക്ഷെ അത് അവരോട് പ്രാർത്ഥിച്ചു എന്നതിന് പറയാൻ പറ്റൂല. അള്ളാഹ് അങ്ങനെ നിശ്ചയിച്ചതാണ്. വിജനപ്രദേശത്ത് എന്റെ അടിമകൾ വഴിതെറ്റി വന്നാൽ അവരെ സഹായിക്കണം. അങ്ങനെ നിശ്ചയിച്ചവരോട് അവരെ കയ്യിൽപ്പെട്ട കാര്യം അവര് കാര്യത്തിൽ ചോദിച്ചാൽ അത് പ്രാർത്ഥനയല്ല. ഞാൻ പറയുന്നു അതേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലാഹു നിശ്ചയിച്ചവരോട് ചോദിക്കാം, ജിന്നുകളോട് ചോദിക്കാം എന്ന വാദം നിങ്ങളും പറഞ്ഞില്ലയോ? അപ്പൊ അള്ള വിളിക്കാവൂ എന്നത് നിങ്ങൾ തന്നെ തിരുത്തി എഴുതിയ ആശയമാണ്. അതുകൊണ്ടാണ് മുജാഹിദ് വിഭാഗത്തിൽ വലിയ ഭിന്നിപ്പുണ്ടായത്. ഞാൻ കാണിച്ചു തരാം. അലിമതിന് വരട്ടെ. ആള് മടവൂർ വിഭാഗത്തിന്റെ നേതാവാണ്. സുന്നത്ത് ജമാഅത്ത് പറയുന്നത് രണ്ട് വിഭാഗത്തിലും കുടുങ്ങിപ്പോവണ്ട. രണ്ടിന്റെയും നേതാക്കൾ വഞ്ചനയുടെ സ്വഭാവക്കാരാണ്. അതാ മടവൂരികളുടെ നേതാവായ ആ അലിമദനി, അദ്ദേഹമതാ തന്റെ കൂടെ നിന്നിരുന്ന സഖറിയ സലാഹി അടക്കമുള്ളവരോട് പറയുന്നു, സഖറിയ സലാഹി, ഹനീഫ തായക്കൊടി, നിങ്ങൾ ശിർക്കിലാണ് കേട്ടോ ഉള്ളത്. കാരണം ജിന്നിനെ വിളിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞില്ലയോ? മലക്കിനെ വിളിക്കാമെന്ന് പറഞ്ഞില്ലയോ? അവരോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞില്ലയോ? ശിർക്കാണത്. അതേ, നിങ്ങൾ ശിർക്കിൽ തന്നെയാണ് എന്ന് പാവപ്പെട്ട ഞങ്ങളോട് പറയുന്നതിന് പകരം മുജാഹിദികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. അത് ഞാൻ വെറുതെ പറയുന്നതല്ല. മുജാഹിദുകളുടെ നേതാവായ അലിമദനി മുജാഹിദുകളോട് തന്നെ നടത്തുന്ന ഉപദേശം നിങ്ങളൊന്ന് കേൾക്കൂ. ഇസ്ലാഹ് 2007 ഏപ്രിൽ മാസം. ആ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എഴുതിയതെന്താ? ഒരാൾ വിജനമായ സ്ഥലത്ത് വെച്ച് എത്തിപ്പെട്ടാൽ ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി, മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിച്ചാൽ അത് പ്രാർത്ഥനയിൽ ഉൾപ്പെടില്ല എന്ന് നിങ്ങൾ എഴുതി. പക്ഷേ പ്രാർത്ഥനയല്ലേ അത്? കാരണം കാര്യകാരണ ബന്ധത്തിന് അതീതമായി അബൗദ്ധികമായി മലക്കുകളോട് ചോദിക്കുകയാണ്, അതുപോലെ തന്നെ ജിന്നുകളോട് ചോദിക്കുകയാണ്. നേരത്തെ വിശദീകരിച്ചു. അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇത് വസ്തുതയാണ്. ഇത് നമ്മളോട് പറയുന്നതല്ല.
ശിർക്കിനെതിരെ ശബ്ദിക്കുന്നു എന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ ശിർക്കിലായത്. അതുകൊണ്ടാണ് നമ്മുടെ സുല്ലമി സക്കരിയ സലാഹിയുടെ ഗുരുനാഥനാണ്. അയാൾ പറഞ്ഞു, ഈ ജിന്നിനോട് സഹായം ചോദിക്കാൻ പറയുന്ന CD അത് പേരൂരിന് കിട്ടണ്ട, കിട്ടിയാൽ മുജാഹിദ് പ്രസ്ഥാനം തകരും കേട്ടോ. പേരോട് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. കാരണം അള്ളാന്റെ ഔലിയാക്കളെ വിളിക്കാൻ പാടില്ലാണ് ഇനി പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. ആരാ പറയുന്നത്? ഇവർക്ക് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചു കൊടുത്ത സുല്ലമി. പക്ഷേ ഈ സുല്ലമിക്ക് CD കിട്ടുന്നതിന് മുമ്പ് പേരോട് സ്ഥാപിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് വേറെ ഒരു കാര്യം കേട്ടോ. നിങ്ങൾ അതാ നമ്മളെ സുല്ലമി സംസാരിക്കുന്നു. പണ്ഡിതനെ പിന്നെ കുഞ്ഞളോട് തൗഹീദ് പ്രസംഗിക്കുന്നത്, ഇവർക്ക് തൗഹീദ് പ്രസംഗിക്കേണ്ട അർഹത സുഹൃത്തുക്കളുള്ളത്. ഈ 2 കാസറ്റ് ഞാൻ പേരോടിനെ കൊടുത്തിട്ട് പേരോടിനെ സജ്ജീപ്പെടുത്താൻ മതി. എന്നാ ഇവന്മാർക്ക് പേരോടിനും സുന്നിനെയും തൗഹീദ് പറഞ്ഞ് എതിർക്കാൻ പറ്റുമോ? പേരോടിന്റെ സജ്ജിന് പ്രസംഗം കേൾക്കാത്തോണ്ടാണ് കൊടുത്തിട്ട് പേരോടിനെ സജ്ജീപ്പെടുത്താൻ മതി. എന്നാ ഇവന്മാർക്ക് പേരോടിനും സുന്നിനെയും തൗഹീദ് പറഞ്ഞ് എതിർക്കാൻ പറ്റുമോ? പേരോടിന്റെ സജ്ജിന് പ്രസംഗം കേൾക്കാത്തോണ്ടാണ്. ഞാൻ പറയുന്നത് ഈ സുല്ലമിയുടെ ശിഷ്യനാണ് സക്കരിയ സലാഹി. അപ്പയതാ ഈ ശിഷ്യൻ ഉസ്താദിന് മറുപടി പറയുന്ന ഒരു പ്രസംഗം ഞാൻ കേട്ടു. അത്ഭുതം തന്നെ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മര്യാദ കണ്ട് നമ്മൾ തലകുനിച്ചു പോയി. അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കും. ഉസ്താദിനുള്ള മറുപടിയാണ്. ഇതായിരുന്നു നിങ്ങള് സാക്ഷാൽ കോയക്കുട്ടി ഫാറൂഖി അദ്ദേഹം എഴുതാൻ ജിന്നുകൾക്ക് അഭൗതികമായ കഴിവുകളുണ്ടെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. സുല്ലമി ആത്തരത്തി ഞങ്ങൾ കലക്കും. വൈദ്യത്തോടെ സുല്ലമി ആത്തരത്തി ഞങ്ങൾ കലക്കും. കണ്ടോ നിങ്ങൾ, ഉസ്താദ് 6 കൊല്ലം പഠിപ്പിച്ച് കിട്ടിയ ഗുണമാണിത്. ഞാൻ പറയുന്നത് സാധാരണക്കാരെ കുറിച്ചല്ല കേട്ടോ. ഈ മൗലവിമാരുടെ അടവാണ്. കഴിഞ്ഞില്ല ഈ രൂപത്തിൽ ശിർക്കിൽ നിന്ന് ശിർക്കിലേക്കുള്ള പാരായണം. കഴിഞ്ഞയാഴ്ച ഒരു തലയെകെട്ട് കെട്ടിയ മൗലവിയുമായി എറണാകുളം ജില്ലയിൽ ആലുവക്കടുത്ത് തോട്ടുമുഖം എന്ന പ്രദേശത്തൊരു വാദപ്രതിവാദമുണ്ടായി. സാധിക്കളായ മുതാലിമീങ്ങളായി ഞങ്ങൾ ചെന്നു. അപ്പുറത്ത് നമ്മളെ മൗലവിയുണ്ട്. ഈ മൗലവി ഞാൻ നേരത്തെ പറഞ്ഞ KM മൗലവിയുടെ ബാക്കിയാണ്. ഇയാൾ ഒരുപാട് ദർസ് നടത്തിയ ആളാണെന്ന് അയാൾ വാദിക്കുന്നു. പക്ഷേ അയാൾ പറയുന്നു, പിന്നെ 55 വയസ്സ് പ്രായമായപ്പോ എനിക്ക് ഹിദായത്ത് കിട്ടി, ഞാൻ മുജാഹിദായി പോയി. അങ്ങനെ നിങ്ങൾ ചിന്തിക്കണം. ഇയാൾ 11 വർഷം ഖാദിയായി ജോലി ചെയ്ത തോട്ടുമുഖം എന്ന മഹല്ല്. ആ മഹല്ലിൽ വന്നിട്ട് ഈ മൗലവിയുടെ പ്രസംഗം ഞാൻ ഇതുവരെ പറഞ്ഞൊക്കെ തെറ്റാകുന്നു, നിങ്ങൾ ഇനി മാറ്റി വായിക്കേണ്ടതാണ്. മഹല്ല് സെക്രട്ടറിയും പ്രസിഡന്റും അയാളെ വീട്ടിലേക്ക് നേരെന്ന് വന്നു. എന്നിട്ട് പറഞ്ഞ് മൗലവി വിടാൻ പറ്റൂല, പാവപ്പെട്ട ഞങ്ങളെ വഞ്ചിച്ചതിന് നിങ്ങൾ ഞങ്ങളെ പണ്ഡിതന്മാരെ മുമ്പിൽ വരണം. അയാൾ കുടുങ്ങിയപ്പോ കഴിഞ്ഞ ആഴ്ച നമ്മുടെ മുമ്പിൽ വന്നപ്പോ ഇയാളെ പ്രധാന വാദം അല്ലാഹുവിന്റെ റസൂലിനോട് ജീവിതകാലത്ത് പോലും സ്വർഗം ചോദിക്കാൻ പാടില്ല. അതാണ് ഇയാളെ പ്രധാന വാദം. ജീവിതകാലത്ത് പോലും പാടില്ല സ്വർഗം. നമ്മൾ പറഞ്ഞു സ്വർഗം ചോദിക്കാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാന്റെ റസൂൽ അള്ളാനെ പോലെ സ്വർഗം തരണമെന്നല്ല. മറിച്ച് ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് അള്ളാഹുവിന്റെ അടുത്തിൽ നിന്ന് നിങ്ങളൊരു സീറ്റ് വാങ്ങിത്തരണമെന്നാണ്. ഇയാളെ വാദത്തിനെതിരായി നമ്മൾ അയാളോട് ചോദിച്ചല്ല മൗലവി. മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു, റബീഅ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയേ അങ്ങയുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഉന്നത പദവി വേണമെന്ന് ചോദിച്ചല്ലോ. അപ്പൊ മൗലവിന്റെ മറുപടി എന്താണെന്നറിയോ? മുസ്ലിയാരെ, റബീഅ തങ്ങൾ സ്വർഗം ചോദിച്ചിട്ടില്ലല്ലോ, സ്വർഗത്തിലെ ഉന്നത പദവിയല്ലേ ചോദിച്ചത്. ഞാൻ ചിന്തിച്ചുപോയി, ഇതായി തള്ള തന്നെ നൽകണം. പിന്നെ ഞാൻ അയാളോട് ചോദിച്ചുവല്ല, നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ, നിങ്ങളിപ്പോ ശിർക്ക് പേടിച്ച് നിങ്ങൾ പോയ കൂട്ടർഹിത അത് സക്കരിയ സലാഹിയല്ലേ? നിങ്ങൾ ഈ തോട്ടുമുഖത്ത് അഥവാ അയാൾ പ്രസംഗിച്ച സ്ഥലത്ത് അതിയായി ഉള്ള സ്ഥലത്ത് അയാൾ നടത്തിയ പ്രസംഗം, ആ പ്രസംഗത്തിൽ അയാൾ പറഞ്ഞിരുന്നു ഒരു ജിന്നിനെയും വിളിക്കാൻ പാടില്ല, ഒരു മലക്കെയും സഹായത്തിന് വിളിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ അയാളോട് ചോദിച്ചു, നിങ്ങൾ ശിർക്ക് പേടിച്ചിട്ടല്ലേ മുജാഹിദായത്? മുജാഹിദിൽ നിങ്ങൾ എത്തിപ്പെട്ടത് എവിടെയാണ്?
സക്കരിയ സലാഹിന്റെ കൂടെ ജബ്ബാർ മൗലവിന്റെ കൂടെ ഇവരെ അവസ്ഥ എന്താ? അവര് പറയുന്നത് ജിന്നിനെ വിളിക്കാമെന്നാണ്. അപ്പൊ നിങ്ങൾ ശിർക്ക് പേടിച്ച് വന്നപ്പോ ശിർക്കിന്റെ പാതാളത്തിലേക്കാണ് നിങ്ങൾ ചെന്നെത്തിയത്. കാരണം അള്ളാന്റെ പുറമെ ജിന്നിനെ വിളിക്കാമെന്ന് പറഞ്ഞു. ഇത് നമ്മളങ്ങ് ചോദിച്ചപ്പോ ഇയാൾ പറഞ്ഞത് ആ പ്രസംഗം എന്റെ കയ്യിലുണ്ട്, ഞാൻ എങ്ങനെ പറഞ്ഞിട്ടില്ല. ഇയാൾ തോട്ടുമുഖത്ത് നിന്ന് പ്രസംഗിച്ചതാ, പ്രസംഗത്തിന്റെ സീഡി നമ്മുടെ കയ്യിലുണ്ട്. ഇയാൾ പറഞ്ഞു ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ പാടില്ല എന്നാണ്. സക്കരിയ സലാഹി പറഞ്ഞു തേടാ ചുരുക്കല്ല എന്നാണ്. ഇപ്പോ ചോദ്യമങ്ങ് വന്നപ്പോ അയാള് വിഷയം മാറ്റില്ല, അങ്ങനെ തേടാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞു പോയത് ഇത് കാലമേതാണെന്നറിയോ? ഇത് LCD-യുടെ കാലമാണ്. LCD വച്ചൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ ശേഷം വന്നതാ. അതെ, LCD-യുടെ കാലമാണ്. അത് മുജാഹിദും ചെയ്യാറുണ്ട്, നമ്മളും ചെയ്യാറുണ്ട്. ഞാൻ പറയുന്നത് ഈ LCD-യുള്ള യുഗത്തിൽ നടക്കൂല. അവരോട് പറഞ്ഞു കമ്പ്യൂട്ടർ വരുന്നു, നിങ്ങളെ പ്രസംഗം ഇപ്പൊ കേൾപ്പിച്ചു തരും. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജിന്നിനോട് തേടാൻ പാടില്ലെന്ന്. സക്കരിയ സലാഹി പറയുന്നു തേടണമെന്ന്. അപ്പോ നമ്മൾ കമ്പി ലാപ്ടോപ്പ് എടുത്തു, അത് പ്രദർശിപ്പിക്കുമെന്ന് ആയപ്പോ എഴുന്നേറ്റ് പറഞ്ഞു അല്ലല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാൻ തയ്ച്ചു പറഞ്ഞതാണ്. ഈ എന്നിട്ട് അയാൾ പറഞ്ഞിരിക്കുന്നു, അതിനെക്കുറിച്ച് പറയാനില്ല. ആ രംഗം നിങ്ങളൊന്ന് കണ്ടോ? മിനിയാന് കഴിഞ്ഞ ആഴ്ച നടന്ന സംവാദമാണ് എന്നല്ലാതെ ഒരൊറ്റ ചോദ്യത്തിനും മറുപടി പറയാൻ ഈ മൗലവിക്ക് സാധിച്ചിട്ടില്ല. അതിന്റെ തെളിവാണ് തോട്ടുമുഖം സംവാദം. ആദ്യം മുതൽ ഞങ്ങൾ ചോദിച്ചു, തൊബ്രാനി ഇമാമിന്റെ സനദ് വായിച്ചില്ല, സ്വഹീഹാണെന്ന് പറഞ്ഞില്ല. പിന്നെ ഞങ്ങൾ ചോദിച്ചു അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന എന്ന് ചോദിച്ച നബിയതങ്ങൾ മുശ്രിക്കാണോ എന്ന് ചോദിച്ചു, പറഞ്ഞില്ല. പിന്നെ ഇയാൾ തന്നെ ഇവിടെ തോട്ടുമുഖത്ത് വന്ന് പ്രസംഗിച്ചു, ജിന്നിനോട് സഹായം ചോദിക്കാൻ പാടില്ല, മലക്കിനോട് സഹായം ചോദിക്കാൻ പാടില്ല. വീട് ഞങ്ങളെ കയ്യിലുണ്ട്, പക്ഷേ നിങ്ങൾ പോയി, അതുകൊണ്ടാ ചോദിച്ചത്, നിങ്ങൾ എത്തിപ്പെട്ട ഗ്രൂപ്പ് ഉണ്ടല്ലോ സക്കരിയ, അതുപോലെയുള്ള മൗലവിമാർ, അവർ പഠിപ്പിക്കുന്നു ജിന്നിനെ വിളിക്കാം, അവർ രക്ഷകരാണ്. ഞാൻ ചോദിക്കട്ടെ, സക്കരിയ സലാഹി മുശ്രിക്കാണോ? അതിനും മിണ്ടിയില്ല. അപ്പൊ എന്തായി? ഈ ലബ്ബാദാരിമിയുടെ വാദമനുസരിച്ച് നബിയതങ്ങളും അതുപോലെയുള്ള മുഴുവൻ സ്വഹാബികളും മുശ്രിക്ക്, കൂട്ടത്തിൽ ഇവരെ നേതാവായ മുഴുവൻ മൗലവിമാരും മുശ്രിക്ക്. ഇനിയിപ്പോ സ്വർഗത്തിൽ ആര് മാത്രം? നമ്മളെ റബ്ബ മാത്രം. അതൊക്കെയാണ് മുജാഹിദുകളെ, നല്ല സാധനം തന്നെയാ. അത് മനസ്സിലാക്കണം. തലകെട്ടി വഞ്ചിക്കാൻ വേണ്ടി കെട്ടിയതാ. തോട്ടുമുഖത്ത് എന്റെ പ്രസംഗമാണ് എന്റെ കയ്യിലിരിക്കുന്നത്. അവിടെ എന്തൊക്കെയാ പറഞ്ഞത് എനിക്കറിയാം. വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ കൃത്യമായി ഞാൻ എഴുതിയെടുത്തിരിക്കുന്ന ഈ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ തോട്ടുമുഖത്ത് പ്രസംഗിക്കാത്ത കാര്യം പറഞ്ഞാൽ, പക്ഷെ ഞാനത് നിഷേധിക്കാനും തയ്യാറില്ല. അവർ പറഞ്ഞ വാദം നിഷേധിക്കാൻ തയ്യാറില്ല. പക്ഷേ ആ പ്രസംഗം ഞാൻ നടത്തിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്. തീയതി പരിശോധിക്ക്. ജിന്നിനോട് സഹായം തേടാൻ പാടില്ല എന്ന്, ജിന്നിനോട് സഹായം തേടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞത് ആ തീയതി ഒന്ന് കൽപ്പിക്കേ. ആ ജിന്നിനോട് സഹായം തേടാൻ പാടില്ല ഞാൻ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ? മലക്കുകള് ഇല്ല ഇരിക്കട്ടെ, മലക്കുകള് ഇവിടെ മഴ പെയ്യുന്നത് മലക്കാണ്, അതുകൊണ്ട് മലക്കിനോട് ചോദിക്കാവോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതെ, ചോദിക്കട്ടെ. ജിന്നിനോട് സഹായം ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പറ. ഇവിടെ ജിന്നിനോട് ചോദിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് ലബദാരിമി തന്നെ പരിശോധിക്കാൻ അനുമതി നൽകിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി സദസ്സോ സ്റ്റേജിലുള്ള മറ്റുള്ളവരോ അല്ല ഈ വിഷയത്തിൽ ഇടപെടേണ്ടത്. ഈ വിഷയം ലബദാരിമിയാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞു. പരിശോധിക്കാൻ അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ ബാക്കി സമയം അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുക്കുന്നതുമാണ്. ഇതുവരെ സംസാരിച്ച സമയം മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കി എത്ര സമയം ബാക്കിയുണ്ടോ അത് അദ്ദേഹത്തിന് കൊടുക്കും. CD ഇപ്പോൾ പരിശോധിക്കുകയാണ്. പരിശോധിക്കാൻ ലാപ്ടോപ്പുകൾ എടുത്തു വെക്കേണ്ടതാണ്. ഇവിടെ ജിന്നിനോട് ചോദിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് ലബദാരിമി തന്നെ പരിശോധിക്കാൻ അനുമതി നൽകിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി സദസ്സോ സ്റ്റേജിലുള്ള മറ്റുള്ളവരോ അല്ല ഈ വിഷയത്തിൽ ഇടപെടേണ്ടത്. മോനെ പേടിച്ചിട്ടോ, കാരണം പറഞ്ഞല്ലേ മൂപ്പര് എഴുതി വെച്ചിട്ടേ നമ്മൾ റെക്കോർഡ് ചെയ്തേണ്ടി. സാധാരണ സമയങ്ങളിൽ അവസാന സമയമാവുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു പ്രയാസമാണ് അതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മുജാഹിദാണ് ഇവിടെ. പിന്നെ എല്ലാവരും അടങ്ങിയിരിക്കണം. കാരണം ഇത് സ്വാഭാവികമാണ്. ഇത്തരം പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു രീതി ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ശരിയല്ല. ഏതായിരുന്നാലും മൗലവിയുടെ വാദം ജിന്നുകളോട് സഹായം ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തുടർന്ന് അദ്ദേഹത്തിനോട്
5 മിനിറ്റ് സംസാരിച്ച് അവസാനിപ്പിക്കുന്ന ഇവിടെ സമാപനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് പരിപാടി. ലബദാരിമിക്ക് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ സംശയം വന്നിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു വിഷയം ഇവിടെ പറഞ്ഞു പോയത്. അദ്ദേഹം തന്നെ അത് തിരുത്തിയിരിക്കുന്നു. പരിപാടിയുടെ അവസാനമാവുമ്പോൾ സുഹൃത്ത് പറഞ്ഞതുപോലെ ഉണ്ടാവുന്ന വിഭ്രമത്തിന്റെ ഒരു ഭാഗമെന്നേ ഇത്തരം വിഷയങ്ങൾ നമ്മൾ പരസ്പരം മനസ്സിലാക്കേണ്ടതുള്ളൂ. അദ്ദേഹത്തിന് ബാക്കിയുള്ള 4 മിനിറ്റ് നേരം അദ്ദേഹം പ്രസംഗിക്കുന്നതാണ്. അതിന് ക്ഷണിച്ചുകൊള്ളുന്നു. ജിന്നിനോട് സഹായം തേടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കമ്പ്യൂട്ടറിങ് വന്നപ്പോ മൂപ്പരങ്ങ് പേടിച്ചുപോയി. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത് ഞാൻ വിചാരിക്കാതെ വസ്തുതയാണ്. ഈ ലോകത്ത് നിങ്ങളെ കളവ് നടക്കില്ല. ഇനി ഞാൻ സക്കരിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ പോകുന്നു. എന്താ പറയിപ്പിക്കാൻ പോകുന്നത്? മുജാഹിദിന്റെ വാദം തെറ്റാണെന്ന് ഈ മൗലവിമാരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു തരാ. കേട്ടോ, ശ്രദ്ധിക്കാം. എന്താ പറഞ്ഞത്? അബൂജഹലും അതുപോലെയുള്ള മുശ്രിക്കുകളും അബൂജഹലും അതുപോലെയുള്ള ഉത്ബത്തും ശൈബത്തും ഇവരൊക്കെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഈ ഉത്ബത്തും ഈ ശൈബത്തും ഇവരുടെ നിയമമാണ്, ഇവരുടെ മതമാണ് സുന്നി പ്രസ്ഥാനം പിൻപറ്റുന്നത് എന്ന് മുജാഹിദുകളതാ അവര് ഈ കാലം വരെ പറയുന്നു. എല്ലാ മുജാഹിദും അങ്ങനെ വിശ്വസിച്ചിരിക്കുന്നത്. എങ്ങനെയാ വിശ്വസിച്ചത്? മുജാഹിദുകളും അബൂജഹലും അല്ല സുന്നികളും മക്കയിലെ മുശ്രിക്കും ഒന്നാണ്. എന്നാൽ അൽഹംദുലില്ലാഹ് പേരോട് സ്ഥാപി നാദാപുരത്ത് വെച്ച് പ്രസംഗം നടത്തിയപ്പോ ഇവർ തന്നെ ഇപ്പോൾ അത് തിരുത്തിയിരിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു പ്രസംഗം ഞാൻ കാണിച്ചു തരാം. നമ്മളെ ജബ്ബാർ മൗലവി വരട്ടെ. അദ്ദേഹം മുജാഹിദായ വലിയ പണ്ഡിതനാണ്. എല്ലാ വാദപ്രതിവാദത്തിലും അയാൾ അമീറാണ്. ഈ വാദപ്രതിവാദത്തിലും ഞാൻ പണ്ടെന്ന് പറഞ്ഞു പോയപ്പോ ജബ്ബാർ മുശ്രിക്കാണെന്ന് ചോദിച്ചുപോയി. അതാ ഇസ്ലാമിൽ എഴുതിയിട്ടുണ്ട്. അഹ്സനിക്ക് തീരെ മര്യാദയില്ല. ജബ്ബാറിനെ വിളിച്ചുപോയി. ഞാൻ ചിന്തിച്ചുപോയി, അള്ളാന്റെ റസൂലിനെ അഷ്റഫുൽ ഹൽക്കിന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ഒരൊറ്റ മുജാഹിദിനും ദേഷ്യം പിടിച്ചില്ലല്ലോ. ജബ്ബാർ മൗലവിയെ ജബ്ബാറെന്ന് എന്റെ 2 മിനിറ്റിന്റെ ഉള്ളിൽ പറഞ്ഞു തീർക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടെന്ന് പറഞ്ഞപ്പോ അതൊരു വലിയ സഭയിൽ കാത്തുകായിപ്പോയി. ഇവരുടെ നേതാക്കളെ പറയുന്നവർക്ക് ചൊല്ലിപ്പോകും. അയാൾ പറയുന്നു, മക്കാമും ശരിക്കും സുന്നികളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് കേട്ടോളൂ. വളരെ കൃത്യമായി അയാൾ പറയുന്നുണ്ട്. പറയും. നമ്മുടെ സമുദായത്തിൽ പെട്ടവരും അങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. നമ്മൾ സുന്നികൾ. പക്ഷേ മക്കാ മുശ്രിക്കുകളും ഇവരും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? കേട്ടോ, ഇവര് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് അംഗീകരിക്കുന്നു. മറുഭാഗം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കുന്നില്ല. അത് മുഹമ്മദ് പറയുന്നത് ശരിയല്ല. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരോട് ദുആ ചെയ്യണം എന്നാണ് അവരെ വാദം. വളരെ കൃത്യമായ വ്യത്യാസമാണ്. മക്കയിലെ മുശ്രിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കുന്നില്ല. അല്ലാഹുവല്ലാതെ ദൈവമുണ്ടെന്നും അല്ലാഹുവല്ലാതെ ഇലാഹുണ്ടെന്നും വാദിക്കുന്നു. അതേസമയത്ത് നമ്മളോ അല്ലാഹു മാത്രമാണ് ഇലാഹെന്ന് പ്രഖ്യാപിച്ച് അംഗീകരിക്കുന്നു. അങ്ങനെയാ വ്യത്യാസം പറയേണ്ടത്. ഇനി നിങ്ങൾ നോക്കി, ഇവരെല്ലാം മുജാഹിദ് പ്രവർത്തകരെയും പറ്റിക്കുന്ന ഒരു ഏർപ്പാട്. അവരിങ്ങനെ പ്രസംഗിക്കും. ആദം നബി പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണ്, ഈസാ നബി പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണ്, യൂസുഫ് നബി പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണ്. ഇതിങ്ങനെ കേൾക്കുമ്പോ സാധാരണക്കാരനായ ഒരു മുജാഹിദ് പ്രവർത്തകൻ അയാൾ ഇങ്ങനെ ചിന്തിക്കുന്നു, ശരിയല്ലേ, ഈ നബിമാരൊക്കെ പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണല്ലോ, അതുകൊണ്ട് അല്ലാഹുവിനോട് തന്നെ പ്രാർത്ഥിക്കുന്ന മുജാഹിദാവല്ലോ. ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഇത് മുജാഹിദുകൾ ആദിനപ്പട്ടിയാക്കുന്ന സ്വഭാവമാണ്. മുജാഹിദ് നേതാക്കൾ ഇവിടെ സ്വീകരിച്ചത് കാരണം അല്ലാഹുവല്ലാത്തവരോട് ആരാധന ചെയ്യണമെന്നോ അല്ലാഹുവല്ലാത്തവരോട് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിലുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന നടത്താമെന്നോ ലോകത്തൊരൊറ്റ മുസ്ലിമോ ഒരു സുന്നിയോ പറഞ്ഞിട്ടില്ല. പറഞ്ഞതായി തെളിയിക്കാനും സാധ്യമല്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവരാണ് നമ്മൾ. പക്ഷേ അതിന്റെ കൂട്ടത്തിൽ നമ്മളൊരു കാര്യം കൂടി പറയുന്നു. അതെന്താണ്? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന്റെ കൂടെ നമ്മളെക്കാൾ ഉയർന്ന ആളുകളോട് നമ്മൾ ശഫാഅത്ത് ചെയ്യാൻ, നമ്മുടെ കാര്യം റെക്കമെൻഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അത് മാത്രമേ നമ്മൾ
ചെയ്യുന്നുള്ളൂ. ആദ്യം നിങ്ങൾ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു പ്രസംഗം കേൾക്കുക. ഇടയാളന്മാര് പാടില്ല, അല്ലാഹു പോരെ എന്ന് പറയുന്ന പ്രസംഗമാണത്. ആ പ്രസംഗത്തിന് മറുപടി പറയുന്നത് സക്കരിയ സലാഹിയായിരിക്കും. അയാൾ പറയും ഇടയാളന്മാര് വേണം കേട്ടോ. അത് മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സുന്നി, നാഥൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ചില്ലേ? ഇടയാളുണ്ടായിരുന്നുവോ? കിട്ടിയില്ലേ? കൊടുത്തില്ലേ? എന്റെ പ്രിയപ്പെട്ട സുന്നി, നീ ഒന്ന് ആലോചിച്ചു നോക്ക്. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 5 ഇരുട്ടറകൾക്കുള്ളിൽ കഴിഞ്ഞില്ലേ? 5 ഇരുട്ടറകൾക്കുള്ളിൽ ഈ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കഴിഞ്ഞില്ലേ? എങ്ങനെ ഈ 5 ഇരുട്ടറ? ഒന്ന് രാത്രിയുടെ ഇരുട്ട്, ഒന്ന് തിരമാലകളാകുന്ന ഇരുട്ട്, 3 കടലിന്റെ ഇരുട്ട്, 4 ആഴക്കടലിന്റെ ഇരുട്ട്, 5 മത്സ്യത്തിന്റെ വയറാകുന്ന ഇരുട്ട്. ഈ 5 ഇരുട്ടറകൾക്കുള്ളിൽ നിന്ന് മഹാനായ യൂനുസ് നബി പ്രാർത്ഥിച്ചില്ലേ? ലാ ഇലാഹ ഇല്ലാ അൻത, പടച്ച തമ്പുരാനെ സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നാദാ, നീയല്ലാതെ ആരാധനക്കരനില്ല. നാദാ, നീയല്ലാതെ ആരാധനക്കരനില്ല. നാദാ, നീയല്ലാതെ ആരാധനക്കരനില്ല. നാദാ, നീ എത്ര പരിശുദ്ധനാണ്, ഞാൻ അക്രമികളിൽ പെട്ടുപോയല്ലോ നാദാ. ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് മഹാനായ യൂനുസ് നബി ഇടയാളന്മാരില്ലാതെ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സ്വീകരിച്ചുവോ? അല്ലാഹു സ്വീകരിച്ചുവോ? ഇങ്ങനെ ഇടയാളന്മാരുണ്ടാകുന്നതിന് ഒരു കുഴപ്പവുമില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യാക്കൂബ് അലൈഹിസ്സലാം, യാക്കൂബ് നബിയുടെ മക്കള് യാക്കൂബ് നബിയോട് പറഞ്ഞു, യാക്കൂബ് നബിയെ, നിങ്ങൾ ഞങ്ങൾക്കൊന്ന് ചേർക്കണം. ഇടയാളന്മാർ വേണ്ട എങ്കിൽ യാക്കൂബ് നബിന്റെ മക്കൾക്ക് അള്ളാഹുവിനോട് നേരെ എന്ന് പറഞ്ഞാൽ പോരെ. ഈ ചോദ്യം ഒരു മുഖാമുഖത്തിൽ നമ്മുടെ സക്കരിയ സലാഹിയോട് ഒരാൾ ചോദിക്കുന്നു. സക്കരിയ സലാഹി പറയുന്നു, ഇടയാളന്മാർ വേണം. വളരെ പ്രസക്തമായ പ്രസംഗമാണ്. മുജാഹിദുകൾ ഇക്കാലം വരെ ഉണ്ടാക്കിയ എട്ടുകാരിയുടെ വലകൾ അത് അവർ തന്നെ ഊതിക്കളയുന്നതാണ് എന്ന് നിങ്ങൾ കാണുന്നത്. അത് പറയാൻ വേണ്ടി നമ്മൾ സക്കരിയ സലാഹിയെ തന്നെ ക്ഷണിക്കാൻ. അതൊന്നോട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ, അള്ളാഹു ഏറ്റവും അടിമകളോട് അടുത്തവനാണ്. അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാം. എന്തിന് പിന്നെ യാക്കൂബിന്റെ മക്കള് പിന്നെ യാക്കൂബിനെ ഇടയാളനാക്കി എന്നുള്ളതാണ് എനിക്ക് സംശയം. അള്ളാഹു ഏറ്റവും അടുത്തവനാണ്, അവനോട് തന്നെ നേരിട്ട് ചോദിച്ചുകൂടെ? പിന്നെ എന്തിനാണ് യാക്കൂബ് നബി ഇടയാളനാക്കിയത്? ഒരാൾക്ക് സ്വന്തം പ്രാർത്ഥിക്കുകയും ചെയ്യാം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാം. യാക്കൂബ് നബിന്റെ മക്കള് യാക്കൂബ് നബിയേക്കാൾ താഴ്ന്നവരാണ്. യാക്കൂബ് നബി അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹുമായി ഏറ്റവും അടുത്തവരുമാണ്. അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് നമുക്കും അങ്ങനെ ആവശ്യപ്പെടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ വന്നിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മിമ്പറിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ മഴ പെയ്തു. അടുത്ത ആഴ്ച വന്നിട്ട് വേറൊരാൾ പറഞ്ഞു, മഴ പെയ്തിട്ട് ഞങ്ങളാകെ ബുദ്ധിമുട്ടി, അതുകൊണ്ട് നബിയെ മഴ നിൽക്കാൻ വേണ്ടി അവിടുന്ന് ദുആ ചെയ്യണം. അപ്പൊ നബി ദുആ ചെയ്തു. അപ്പൊ മഴ നിന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മറ്റൊരാളോട് നമുക്ക് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന സ്വാലിഹീങ്ങളോട് അല്ലെങ്കിൽ തഖ്വയുള്ള ആളുകളോട് നമുക്ക് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. അതാണ് ഈ സംഭവത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള. അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. അതിനപ്പുറം ആരുമൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞതിന്റെ അർത്ഥം മുഴുവനും അതാണ്. അതേ ഏറ്റവും ഖൈറായ നബിയേ, ഞങ്ങൾക്ക് ശഫാഅത്ത് നൽകണേ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് സ്വർഗത്തിലൊരു സ്വീകരിച്ചു തരണേ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അതിന്റെ അർത്ഥം. അഥവാ അങ്ങേക്ക് അള്ളാന്റെ മുമ്പിൽ കൂടുതൽ സ്ഥാനമുള്ള ആളാണ്. അതുകൊണ്ട് നബിയേ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് അള്ളാനോട് പറഞ്ഞു ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം. ഇതാണ് ഞങ്ങളും പറയുന്നത്. ഇതിന്റെ പേരിൽ എന്തിനീ സമൂഹത്തെ മുസ്ലിക്കാക്കണം കേട്ടോ. പാവപ്പെട്ട മുജാഹിദ് പ്രവർത്തകർ ചിന്തിക്കുന്നുണ്ടാകും, ഞങ്ങളെ മൗലവിയുടെ പ്രസംഗത്തിൽ ഇപ്പോഴും അത് പറയുന്നുണ്ടല്ലോ. പേടിക്കണ്ട, നിങ്ങളുടെ നേതാക്കൾ എന്ന് പറയുന്നത് പലപ്പോഴും സുന്നി മദ്രസയിൽ പഠിക്കുന്ന 2ാം ക്ലാസ്സിലെ കുട്ടിയുടെ വിവരമില്ലാത്തവരാണ്.
അത് ഞാൻ ദേഷ്യം കൊണ്ട് പറഞ്ഞതല്ല, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ ചോദിക്കട്ടെ, സ്നേഹത്തിന്റെ ഭാഷയിൽ തന്നെ മദ്രസയിൽ പഠിക്കുന്ന ഒരു 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയോട് ചോദിച്ചു, മോനെ എന്നാ റസൂലുള്ളാഹി ജനിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ കുട്ടിയുടെ മറുപടി, ഉസ്താദേ അത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. ഇനി മുജാഹിദിന്റെ വലിയ പ്രവാചകനായ നമ്മുടെ മുജാഹിദ് ബാരിശ്ശേരിയെ വിളിച്ച് നിങ്ങളൊന്ന് ചോദിക്കൂ, എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചത്? മൗലവിയുടെ മറുപടി, അത് റമദാനിലാണ്, റബീഉൽ അവ്വലിലല്ല. എന്നിട്ട് പാവപ്പെട്ട ഞാൻ ഇയാൾക്കൊരു 2ാം ക്ലാസ്സുകാരന്റെ വിവരമില്ലെന്ന് പറഞ്ഞാൽ എന്നെ നിങ്ങൾ ആക്ഷേപിച്ചിട്ട് കാര്യമുണ്ടോ? ബാരിശ്ശേരി പറഞ്ഞു, ഞാൻ ആരോപിച്ചതല്ല. അയാൾ പറയുന്നു, പിന്നെ അയാൾ വെല്ലുവിളിച്ചു. പിന്നെ മുഹമ്മദ് നബി ജനിച്ച ദിനം, ആ ജനിച്ചതും റബീഉൽ അവ്വലിനല്ല, റമദാനിലാണ്. മുഹമ്മദ് നബി ആയത് റമദാനിലാണ്. അല്ലേ അല്ലേ അല്ലേ? ആർക്കാ അതിനെതിരെ അഭിപ്രായം? പിന്നെ റസൂല് ജനിച്ച ദിനം, അതാണ് മുഹമ്മദിന്റെ ദിനം. മുഹമ്മദ് ജനിച്ച ദിനം, അവിടെ നബിയില്ല, റസൂലില്ല. നബി ജനിച്ചപ്പോ റസൂലല്ല, അത് ഈസാ നബിയാണ്. റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്ന് എഴുന്നേറ്റ് നിന്ന് പറയാൻ ധൈര്യമുള്ള ആരുണ്ട് ഈ സദസ്സിൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്നതിന് യാതൊരു തെളിവുമില്ല. കണ്ടോ നിങ്ങൾ? ഇയാളിത് പ്രസംഗിച്ചു നടത്തുകയാണ്. അള്ളാന്റെ റസൂൽ ജനിച്ചത് റബീഉൽ അവ്വലിലല്ല. വേറൊരു മൗലവിയുണ്ട്, അയാൾ നമുക്കതിന്റെ ശരിയായ ഉത്തരം പറഞ്ഞു തരും. നമ്മൾ അനസ് മൗലവിയാണ്. അനസ് മൗലവി പറഞ്ഞു കൊടുക്കട്ടെ ഉത്തരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. ആധുനിക ഫാഷനുകൾക്കൊപ്പം ആഭിജാത്യത്തിന്റെ പൈതൃക വേഷമായ പർദ്ദകൾക്കായി നഗരത്തിൽ പ്രവിശാലമായ ഷോറൂം. ഇന്ത്യൻ ഗൾഫ് പർദ്ദകളുടെ വിപുല ശേഖരം. നിസ്കാരക്കുപ്പായം, പർദ്ദ, ഹജ്ജ് ആവശ്യത്തിന് വേണ്ട വസ്ത്രങ്ങൾ, മുതഅല്ലിങ്ങൾക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. അൽനൂർ പർദ്ദ, മർക്കസ് പർദ്ദ ഹൗസ്, ഹിഫാസ പർദ്ദാസ്, മർക്കസ് കോംപ്ലക്സ്, കോഴിക്കോട്. ഫോൺ